പപ്പയുടെ യങ് വേർഷനാണെന്ന് മമ്മി. യു വിൽ ബി മൈ ലൈഫ് പാർട്ട്ണർ. ഇത് യുവതിയെ വളച്ചെടുത്ത മാങ്കൂട്ടലിസം. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട സ്വദേശിനിയായ യുവതി നൽകിയ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാണ്. ഇതിന് കാരണം ഒരു യുവതിയുടെ മൊഴിയാണ്. എങ്ങനെയാണ് ഈ യുവതി മാങ്കൂട്ടത്തിലിനെ പരിചയപ്പെട്ടത്? യുവതിയുടെ മൊഴിയിൽ പറയുന്നത് ഇങ്ങനെ: കാനഡയിൽ ജോലി ചെയ്തിരുന്ന യുവതി തന്റെ അമ്മ ടിവിയിൽ രാഹുലിന്റെ പ്രസംഗങ്ങൾ കണ്ട് ഇയാൾ പപ്പയുടെ യങ് വേർഷനാണെന്ന് പറയുന്നത് കേട്ടാണ് അദ്ദേഹത്തെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. നാട്ടിലുള്ള ഒരു സുഹൃത്ത് വഴിയാണ് രാഹുലിന്റെ നമ്പർ ലഭിച്ചതെന്നും ആദ്യം വെറുതെ സേവ് ചെയ്തു വെച്ചതല്ലാതെ സംസാരിച്ചിരുന്നില്ലെന്നും യുവതി മൊഴി നൽകി. പിന്നീട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ വർഷങ്ങളുടെ പരിചയമുള്ള ഒരാളോടെന്ന പോലെ വളരെ സാധാരണമായ രീതിയിലായിരുന്നു രാഹുലിന്റെ പെരുമാറ്റം. താൻ വിവാഹിതയാണെന്ന കാര്യം തുടക്കത്തിലെ പറഞ്ഞിരുന്നതായി യുവതി പറയുന്നു. എന്നാൽ പിന്നീട് നിരന്തരമായി തന്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും കുട്ടികളില്ലാത്തതിനെക്കുറിച്ചും രാഹുൽ ചോദിച്ചുകൊണ്ടിരുന്നു. നിർബന്ധിച്ചപ്പോൾ ദാമ്പത്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറയേണ്ടി വന്നുവെന്നും ഈ സമയം രാഹുൽ തന്നെ ആശ്വസിപ്പിക്കാൻ എന്ന രീതിയിൽ സംസാരിക്കുകയും തന്നോടൊപ്പം ഇറങ്ങി വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. യു വിൽ ബി മൈ ലൈഫ് പാർട്ട്ണർ എന്ന് രാഹുൽ ആവർത്തിച്ചു പറഞ്ഞിരുന്നതായും തനിക്ക് കുട്ടികളുണ്ടായാൽ അവർക്കൊരു നല്ല അമ്മയെ വേണമെന്നും അതിന് നീ അനുയോജ്യമാണെന്നും അദ്ദേഹം വിശ്വസിപ്പിച്ചു. താൻ നല്ലൊരു പിതാവായിരിക്കുമെന്നും 3 കുട്ടികളെങ്കിലും വേണമെന്നായിരുന്നു രാഹുലിന്റെ ആവശ്യമെന്നും മൊഴിയിലുണ്ട്. 2024 ഏപ്രിലിൽ തിരുവല്ലയിലെ ഒരു ഹോട്ടലിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചുവെന്ന് യുവതി ആരോപിക്കുന്നു. ഗർഭിണിയായപ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, കുഞ്ഞ് മറ്റാരുടേതോ ആണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്തു. ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയും ഗർഭചിത്തം നടത്തിച്ചുവെന്നും ഇതിന്റെ തെളിവായി ഭ്രൂണത്തിന്റെ സാമ്പിളുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും യുവതി പറയുന്നു. തന്റെ പക്കൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ രാഹുൽ വാങ്ങിയതായി യുവതി വെളിപ്പെടുത്തി. പാലക്കാട് ഫ്ളാറ്റ് വാങ്ങാനും ആഡംബര വസ്ത്രങ്ങൾക്കും വാച്ചുകൾക്കുമായി യുവതിയുടെ പണം ഉപയോഗിച്ചുവെന്നും അടിവസ്ത്രം വാങ്ങാൻ പോലും തന്നിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നും മൊഴിയിൽ പറയുന്നു. പരാതി നൽകിയാൽ യുവതിയുടെ കുടുംബത്തെയും സഹോദരിയെയും അപായപ്പെടുത്തുമെന്ന് രാഹുൽ ഭീഷണിപ്പെടുത്തിയതായും പരാതിയിലുണ്ട്. നിലവിൽ 2026 ജനുവരി 11 അറസ്റ്റിലായ രാഹുലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്.